ഓർക്കില്ലേ? ആ മച്ചൻ സൗണ്ട് കേട്ടോളൂ. റിയ ഉണ്ട് റിയ ഉണ്ട്, ഗിരീഷ് ശ്രീനിവാസുണ്ട്. അതുപോലെ സൂപ്പർ തകർത്ത് എല്ലാവരും അഭിനയിച്ച് 100 ദിവസം 100 കോടി കഴിയണത് ഓക്കെ താങ്ക് യു. അടിപൊളിയായിരുന്നു, സൂപ്പർ. അവരുടെ കോമ്പിനേഷൻ വെള്ളം
അതെ ഇവര് പിടിച്ചിട്ട് ഇന്ന് പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന ടോവിനോ, ബേസിൽ, വിനീത് ശ്രീനിവാസൻ നായകവേഷത്തിലെത്തുന്ന അതിരടി മൂവിയുടെ റിവ്യൂ. മൂവിയാണ്. തിയേറ്ററിൽ തന്നെ എല്ലാവരും വന്ന് കാണണം. ഭയങ്കര അടിപൊളി. അത്യാവശ്യം തിയേറ്റർ തൂക്കി. ഇല്ല 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 ഇല്ല. അതെ അതെ അതെ. ആ കോംബോ ഒക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. കോളേജ് സ്റ്റോറിയാണ്. പക്ഷെ നമ്മുടെയൊക്കെ കോളേജ് ലൈഫ് നമുക്ക് ഓർമ്മ വരും. പിന്നെ സിനിമ ബേസിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ എല്ലാ കോമഡിയും എനിക്ക് വർക്കായിട്ടുണ്ട്. പിന്നെ അടിപൊളി വില്ലൻ ടോവിനോ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ബെസ്റ്റ് എന്ന് വില്ലൻ കിടലിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ സെറ്റ് പടമായിട്ട് തോന്നും. ഇമോഷണലി ബാലൻസ്ഡ് ആണ് നമുക്ക് തന്നെ. അത് പിന്നെ വിഷ്ണു, പിന്നെ ദർശന, പിന്നെ സെറിൻ, ഡെലൂലു എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ്. അപ്പോൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. എന്നാലാണ് നമുക്ക് ആ മാസ് കിട്ടുള്ളൂ. താങ്ക് യു. അടിപൊളി മൂവിയാണ്. പ്രതീക്ഷേനെക്കാട്ടി അടിപൊളിയായിരുന്നു. നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. അതുപോലെ തന്നെ മസ്റ്റ് വാച്ച് മൂവിയാണ്. അപ്പോൾ കോളേജ് സ്റ്റുഡൻസിനാണെങ്കിലും നന്നായി റിലേറ്റബിൾ ആവുന്ന ഒരു മൂവിയാണ്. മസ്റ്റ് വാച്ച് ആണ്. വില്ലൻ അടിപൊളി, ഒന്നും പറയാനില്ല. ഒട്ടും പ്രതീക്ഷയില്ല, പക്ഷെ അടിപൊളി. നന്നായി അഭിനയം, നല്ല അടിപൊളി. എൻ്റർടൈൻമെൻ്റ് ആണ്. ഇല്ല ഇല്ല ഇല്ല, ലാഗൊന്നുമില്ല. ടൈം പോയത് അങ്ങനെ അറിഞ്ഞൊന്നുമില്ല. അടിപൊളി മൂവിയാണ്. രണ്ടുപേരും അടിപൊളിയാണ്. ആശീനൊന്നും കൂടി ഇഷ്ടമായി. ഡെലൂലു അടിപൊളിയാണ്. പിള്ളേരുടെയും എല്ലാം ഭയങ്കര ഫുൾ ഓൺ എന്റർടൈനിങ് ആണ്. ഭയങ്കര സൂപ്പറാണ്. ബേസിലെ പടമാണ്. നമുക്കൊരു നാച്ചുറൽ കോമഡി ചെയ്യാനുള്ള പുള്ളി. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ ചില മാനറിസസും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഇതിനകത്തുള്ള ക്യാമിയോ ഒന്നും പറയാനുള്ള, പക്ഷെ ക്യാമിയോ കണ്ടോ അവരും പൊളിച്ചിട്ടുണ്ട്. എന്തോ ഫാമിലി എന്റർടൈനറാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഫാമിലി എന്റർടൈനറാണ്. എല്ലാവർക്കും കാണാം. പിന്നെ കോളേജിൽ പഠിച്ച എല്ലാവർക്കും ഈ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു തിരിച്ച് കോളേജ് ലൈഫിലേക്ക് പോകാം. എന്തോ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടീം അതിരടി. സൂപ്പർ, എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. കോമഡി ഉണ്ട്, ഹ്യൂമർ ഉണ്ട്, അടിയുണ്ട്. ടോവിനോ ബേസിലും ഇഞ്ചോടിഞ്ച് ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, സന്തോഷം. ഭയങ്കര നല്ല രസമുള്ള സിനിമ കേട്ടോ. ലൈക്ക് ത്രൂ ഔട്ട് എൻ്റർടൈനറാണ്. ടോപ്പ് ടു എൻഡ് വരെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. ആൻഡ് കോമഡി ആയാലും ഫൈറ്റ് ആയാലും കംപ്ലീറ്റ് ഭയങ്കര രസമായിട്ട്. അതുപോലെ ഷാൻ ചേട്ടൻ, വിനീതേട്ടൻ, ടോവിനോ ചേട്ടൻ, ബേസി ചേട്ടൻ എല്ലാവരും മറ്റേ മത്സരിച്ച് അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. അയ്യോ, അതൊന്നും പറയാനല്ല. എന്താ വില്ലനും തൂക്കി നായകനും തൂക്കി. ആക്ച്വലി രണ്ടുപേരും ഒരുമിച്ച് കോമഡി പ്ലസ് അടി അങ്ങനെയാണ്. ഇല്ല, ഒരു ലാഗും ഇല്ല. നമ്മളിങ്ങനെ ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ നിർത്തും. നല്ലതായിരുന്നു. സിനിമയിലെ സസ്പെൻസുകളൊക്കെ കണ്ടിട്ട് എന്ത് തോന്നിയ? ഫസ്റ്റ് പ്രീമിയർ കാണാൻ വരാനുള്ള ഒരു എന്തായിരുന്നു? ഇവരുടെ ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര കോമഡി ആയിരുന്നു ആക്ച്വലി. അപ്പോൾ അത് കണ്ടപ്പോൾ ലൈക്ക് ഓക്കെ എങ്ങനെ ഉണ്ടാവും കോംബോ എന്നുള്ളതും കൂടി ആഗ്രഹം ഉണ്ടായിരുന്നു കാണാനായിട്ട്. അതാണ് ഞാൻ പ്രീമിയർ കാണാൻ എന്തായാലും വരാമെന്ന് വെച്ചത്. താങ്ക് യു. വിനീത് ശ്രീനിവാസനും പിന്നെ ഒരു സർപ്രൈസ് എൻട്രി ഉള്ള ഒരു വ്യക്തിയും അത് എല്ലാവരും കൂടെ ചേർന്നപ്പോൾ തന്നെ ഈ ഒരു ചിത്രം ഒരു നല്ലൊരു സദ്യ കണ്ട ഒരു ഫീലാണ്. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരെ, പ്രത്യേകിച്ച് ടീനേജ്, അവർക്ക് അവരെ കോളേജ് ലൈഫ്, അതുപോലെ ഇപ്പോഴുള്ള തന്നെ പഴയ ആളുകൾക്കും ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്നൊരു ചിത്രം തന്നെയാണ്. പിന്നെ ഈ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒട്ടും ചിരി ഇല്ലാതെ നമ്മൾ കണ്ടു തീർക്കില്ല. അത് നല്ല ഉഗ്രൻ സ്ക്രിപ്റ്റ് വർക്കാണ് അതിൽ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സംവിധായകൻ ഇനി മലയാള സിനിമയുടെ ഒരു ഭാവി വാഗ്ദാനമായി തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിലൊട്ടും ഡൗട്ടില്ല. പിന്നെ ഈ ഒരു ചിത്രം അതിരടി എന്ന് പറയുന്ന ചിത്രം കേരളം മുഴുവൻ അലയടിക്കും. തീർച്ചയായിട്ടും നല്ലൊരു ചിത്രം. നല്ല മൂവിയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. കാരണം അടിപൊളിയാണ്. നമ്മ കുറേ അത്ര എക്സ്പെക്ട് ചെയ്യേണ്ട വന്നത്, പക്ഷെ നോക്കിക്കഴിഞ്ഞപ്പോഴും അടിപൊളി. നല്ല എന്റർടൈൻമെന്റ് ആണ്, നല്ല കോമഡിയാണ്, നല്ല ആക്ഷനാണ്. അടിപ്പടം അല്ല, അടിപ്പടമാണൊക്കെ ക്യാമ്പസ് എന്റർടൈൻ. നമുക്ക് വില്ലൻ ടൊവിനോ ആണെങ്കിലും പക്ഷെ നന്നായിട്ട് അഭിനയിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം കണ്ടോണ്ടിരിക്കാനായിട്ട് അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു. ഷാൻ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഇല്ലേ,
പുള്ളി നമ്മുടെ ഇന്നസെന്റിന്റെ ഒരു എനിക്ക് ഇത് തോന്നി ആ ഒരു സ്റ്റേജിൽ തന്നെ കയറുന്ന സീൻ. കാരണം അത്രയ്ക്ക് പെർഫോമൻസ് ഇതിന്റെ ക്ലൈമാക്സ് വില്ലനൊക്കെ അതായത് ടൊവിനോക്ക് കിട്ടിയേക്കുന്ന കഥാപാത്രം വ്യത്യസ്ത കഥാപാത്രമാണ് ഇപ്പോഴത്തെ നല്ല റോള്. നമുക്ക് പടത്തിന്റെ ഇന്റർവ്യൂ വരെ നമുക്കൊന്നും എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ ഇത് ക്ലൈമാക്സ് അടിച്ച് പൊളിച്ച്. കാരണം വാഴ 2 പോലെ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ കാരണം കുറേ ഹൃദയസ്പർശിയായിട്ടുള്ള കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട് ഇതിനകത്ത്. അമ്മയും മോനും അതെ നല്ല എന്റർടൈൻമെന്റ് സൂപ്പറായിട്ട്. അടിപൊളി പടമായിരുന്നു, സൂപ്പറായിരുന്നു. അതെ അതെ അടിപൊളിയാണ്. ചേട്ടനായിട്ട് മിക്കവാറും കാണണം, മിക്കവാറും ഞങ്ങൾ ഒരുമിച്ച് കാണണം. പിന്നെ ഇത് ഇടിപടോ ഇടിയുണ്ട് എല്ലാം ഉണ്ട്. അത് ഉണ്ട്. അതെ അതെ എന്തായാലും എല്ലാവരും ധൈര്യത്തോടെ പോയി കണ്ടു. സൂപ്പറാണ്, സൂപ്പറാണ്. സൂപ്പർ, ഇഷ്ടപ്പെട്ടു. അടിപൊളി പടമാണ്, എല്ലാരും പോയി കാണാം. എന്തോ ക്യാമ്പസ് ലൈഫ് എന്റർടൈൻമെന്റ് എല്ലാം ഉണ്ട്. ക്യാമിയോ അടിപൊളി, വിനീതേട്ടൻ, ഷാൻ റഹ്മാൻ എല്ലാം അടിപൊളി അല്ലേ? അയ്യോ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. മൂവിയാണ്, തിയേറ്ററിൽ തന്നെ എല്ലാവരും വന്ന് കാണണം. ഭയങ്കര അടിപൊളി, അത്യാവശ്യം തിയേറ്റർ തൂക്കി. ഇല്ല അതെ ആ കോംബോ ഒക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഒരുപോലെ വർക്കായി എനിക്ക്, എല്ലാം നല്ല ബാലൻസിന് പോവുകയും ചെയ്തു. എന്താ പറയാ, ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ക്യാമിയോ അതൊന്നും പറയല്ല, നിങ്ങൾ കാണണം, കണ്ടു പറ്റും. അടിപ്പട അങ്ങനെയൊന്നുമല്ല ഇത്. എന്താ പറയാ, ഇത് മൊത്തം എല്ലാം ഉള്ള എന്താ ഹ്യൂമർ ആണെങ്കിലും എന്താ പറയാ ഇമോഷൻ ആണെങ്കിലും എല്ലാം ഉള്ളൊരു പടമാണ്. ഒരു നല്ലൊരു ഫീൽ ഗുഡ് പടമാണോ ചോദിച്ചാണ്, ഒരു കോളേജ് വൈബ് ആണോ ചോദിച്ചാണ്, എല്ലാം ആണ്. അതിന് ലാസ്റ്റ് അതൊരു കോൺസെർട്ടും ഉണ്ട് ലാസ്റ്റ്. ഭയങ്കര രസമാണ്, അത് നിങ്ങൾ കാണുക. 10/10 ആണ്, അത് എന്തായാലും കണ്ടേ പറ്റും. ഇത് മറ്റാണ് പിടിച്ചിട്ട് വീടുന്നത്.